സാഭിമാനം സാഹിത്യനഗരം. സ്മൃതി. കോഴിക്കോട്ടെ സാമൂഹ്യ പരിഷ്കർത്താവും സംസ്കൃത പണ്ഡിതനുമായ വാഗ്ഭടാനന്ദ ഗുരുവിനെക്കുറിച്ച് ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കിയത് KF ജോർജ്. തലശ്ശേരി പാട്യത്തുനിന്ന് സംസ്കൃതാധ്യാപകനായി കോഴിക്കോട് കാരപ്പറമ്പിലെത്തിയ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളാണ് വാഗ്ഭടാനന്ദ ഗുരു എന്ന പേരിൽ പ്രശസ്തനായത്. ആളുകൾക്ക് പുതിയ ദർശന വെളിച്ചം നൽകിയ കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളുടെ പ്രഭാഷണങ്ങളിലും വാഗ്ധോരണിയിലും സന്തുഷ്ടനായ ആലത്തൂർ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കളെ വാഗ്ഭടാനന്ദൻ എന്ന വിശേഷണം നൽകി അഭിനന്ദിച്ചു. സരസ്വതി സദ്ഭടനായി വാക്കിനാൽ സദസ്സിലാനന്ദമതീവ ചേർക്കയാൽ സുവാഗ്ഭടാനന്ദ വിശേഷ സംജ്ഞയെ സുഖേന കൈകൊള്ളുക ജയിക്ക മംഗളം. ഇതായിരുന്നു സ്വാമികളുടെ ആശംസാ ശ്ലോകം. എല്ലാ മതങ്ങളുടെയും മൂലതത്വം ഏകമാണെന്നും കാലഹരണപ്പെട്ട ആചാരങ്ങളും ചടങ്ങുകളുമാണ് ഭിന്നതയ്ക്ക് കാരണമെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. കേരളത്തെ വരിഞ്ഞുമുറുക്കിയ തീണ്ടലിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പ്രഭാഷണങ്ങളിലൂടെ വാഗ്ഭടാനന്ദൻ ആഞ്ഞടിച്ചപ്പോൾ ജാതിക്കോമരങ്ങൾ ഇളകി. ഗുരുവിനെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവർക്ക് നിന്ദയും പരിഹാസവും ഏറ്റുവാങ്ങേണ്ടി വന്നു. 1885 ഏപ്രിൽ 25 ജനിച്ച ഗുരു 1908 മെയ് മാസത്തിലാണ് ചാലിയാടത്ത് കൃഷ്ണൻ നായർ, പുതുപ്പറമ്പത്ത് ചോയ്ക്കുട്ടി തുടങ്ങിയവരുടെ ക്ഷണപ്രകാരം കാരപ്പറമ്പ് മുനിസിപ്പൽ സ്കൂളിൽ സംസ്കൃതാധ്യാപകനായി എത്തുന്നത്. ഗുരുവിനന്ന് 23 വയസ്സ് മാത്രം പ്രായം. ശിഷ്യർ ഗുരുവിനേക്കാൾ പ്രായമുള്ളവർ. പക്ഷേ പാണ്ഡിത്യം കൊണ്ടും വാഗ്വിലാസം കൊണ്ടും കുഞ്ഞിക്കണ്ണൻ എല്ലാവരെയും വിസ്മയിപ്പിച്ചു. ഗീതാപ്രഭാഷണങ്ങളിൽ ആത്മീയ കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ അഗാധ പാണ്ഡിത്യം പലവുരു തെളിഞ്ഞു. പ്രഭാഷണം കേൾക്കാൻ വലിയ ജനക്കൂട്ടമെത്തി. പക്ഷേ യാഥാസ്ഥിതികർ അദ്ദേഹത്തെ എതിർത്തു. എതിർപ്പുകൾ അദ്ദേഹത്തിന്റെ ശക്തി കൂട്ടിയതേയുള്ളൂ. സഞ്ജയനെ പോലെയുള്ള എഴുത്തുകാരും നിലമ്പൂർ രാജയുമെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി. തന്റെ ചിന്തയെയും ദർശനത്തെയും പ്രസംഗശൈലിയെയും വാഗ്ഭടാനന്ദൻ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യകാലത്ത് വാഗ്ഭടനെയൊക്കെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയില്ല. ആചാര്യന്മാരുടെ മഹത്വം എന്നെ മനസ്സിലാക്കിച്ചത് ശ്രീനാരായണനോ മഹാത്മാഗാന്ധിയുമാണ്. സുകുമാർ അഴീക്കോട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുന്നതും ഏറ്റവും പാവങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ഗുരുദേവൻ വാഗ്ഭടാനന്ദൻ മറ്റൊരു സ്ഫിയറിലാണ്, മഹാപണ്ഡിതനാണ്. ഗാന്ധിജിയുടെ 125ാം ജന്മദിനം വന്നപ്പോൾ 125 ഗ്രാമങ്ങളിൽ പോയി. സത്യത്തിൽ അത് ഒരു ഗാന്ധിയൻ ശിക്ഷണ കോഴ്സാണ്. ഗോ ടു ദ വില്ലേജസ് എന്ന് ഗാന്ധിജി പറഞ്ഞു എന്ന് നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയും. ഇതിൻ്റെ അർത്ഥം അതാണ്. യുവർ വില്ലേജ് ഈസ് ബിഫോർ യു, ഡോണ്ട് ഡെസർട്ട് ഇറ്റ്, ഡോണ്ട് ബി അൺഫെയ്ത്ത്ഫുൾ ടു യുവർ വില്ലേജ്. ശിഷ്യന്മാർ കൂടിയപ്പോൾ കാരപ്പറമ്പിലെ വീടിന് സമീപം തത്വപ്രകാശിക എന്ന പേരിൽ അദ്ദേഹം ഒരു സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം ആരംഭിച്ച ഡോക്ടർ അയ്യത്താൻ ഗോപാലനും അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൂടെ നിന്നു. വാഗ്ഭടാനന്ദൻ തന്റെ ആശയപ്രചാരണത്തിനായി ആത്മവിദ്യാസംഘം രൂപീകരിച്ചു. ഇതിന്റെ പ്രചാരണാർത്ഥം അഭിനവ കേരളം മാസിക തുടങ്ങി. ആത്മീയാചാര്യൻ, പത്രപ്രവർത്തകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, പണ്ഡിതൻ, വാഗ്മി എന്നിവയ്ക്കു പുറമെ ശ്രേഷ്ഠനായ കവിയും കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളും ഉദ്ബോധനാത്മകമായ കവിതകളും ഇതിന്റെ നിദർശനങ്ങളാണ്. മടപ്പള്ളിയിലെ ജോലി നഷ്ടപ്പെട്ട യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ ഗുരു എളിയ തോതിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇന്ന് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയായി വളർന്നു പന്തലിച്ചത്. ഒരു തലമുറയെ ചിന്തയിലും പ്രവൃത്തിയിലും ജ്വലിപ്പിച്ചു നിർത്തിയ ഗുരു 1939 ഒക്ടോബർ 29 അന്തരിച്ചു. 54 വർഷം മാത്രം നീണ്ട ജീവിതത്തിൽ അദ്ദേഹം ചെയ്തു തീർത്ത കർമ്മങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.